ഇതാണ് ഹൈദരാബാദിലെ ഫേമസ് ചാർമിനാർ. മലയാളികൾ എല്ലാവരും നമ്പർ 1 അതാണ് ഈ മുത്തുമണി ചേട്ടൻ പറഞ്ഞത്. ഹൈദരാബാദ് ചേട്ടൻ. ഹൈദരാബാദ് സിറ്റി വൃക്ഷം വെച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ പണി നടക്കുന്നതുകൊണ്ട് കൂടുതൽ തിരക്കാണ്. അതുമാത്രമല്ല കറക്റ്റ് എല്ലാവരും ട്രാഫിക്ക് പാലിക്കുന്നുണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്കാണ് ഒരു എന്താ പറയുക ഒരു ഗോൾഗപ്പക്കാരനെ കണ്ടത്. എന്താ പറയുക ഈ സാധനം നമ്മുടെ മാളുകളിലൊക്കെ എന്താ പറയുക 100-150 രൂപേൻ്റെ സാധനം ഇയാളുടെ 20 ഉറുപ്പ്യേ ഉള്ളൂ. അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചാർമിനാറിലെത്തി. ഇതാണ് ഹൈദരാബാദിലെ ഫേമസ് ചാർമിനാർ. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് ചരിത്രപ്രധാനമായിട്ടുള്ള സ്മാരകം തന്നെയാണ്. 1591 മുഹമ്മദ് അലി കുത്തുബ് ഷാ എന്ന് പറഞ്ഞ ആളാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഇത് ഒരു മുഗൾ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബൃഹത് കെട്ടിടം കൂടിയാണ്. എനിക്ക് ഈ ചാർ മിനാർ എന്നുള്ള പേര് വന്നത് തന്നെ 4 മിനാരുകൾ എന്നാണ് അർത്ഥം. 4 മിനാർ. ഓരോ മിനാറുകളും 48.7 മീറ്റർ ഉയരത്തിലും കൂടിയാണ് കേട്ടോ. 48.7 4 ഒരേ സെയിം രീതിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക മുട്ടത്തെരുവും അതേപോലെ തിരുവനന്തപുരത്തെ കിഴക്കോട്ടയൊക്കെ പോലത്തെ ഫുൾ കച്ചവടങ്ങളാണ്. ചെറിയ പൈസയുള്ളൂ കച്ചവടങ്ങൾക്ക്, എന്താ പറയുക സാധനങ്ങൾക്കൊക്കെ. ഡ്രസ്സുകൾക്കൊക്കെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് മാത്രമല്ല ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ചാർമിനാറിൽ നല്ല അടിപൊളി ഒരു മച്ചാനെ പരിചയപ്പെടുന്നുണ്ട്. എന്നൊരു പറഞ്ഞേ 90% हैदराबाद टूरिस्ट में आएगा तो उसमें मलयाली थोड़ा आता है बिजनेस पॉइंट के लिए. हैदराबाद बिजनेस पॉइंट है ना मलयाली, तो मलयाली 90% नाइस अच्छा वाला आदमी. अच्छा आदमी बात करने में, बिजनेस में, मतलब सेल करने में, परचेस करने में इज वेरी नाइस. നല്ല ഇരിക്കല്ലേ, സൂപ്പറാണ്, നല്ലവരാണ്. നല്ല बिरयानी वांगे शादाब. नल्ला बोलो तो क्वालिटी अच्छा बिरयानी. तो 90% मलयाली टूरिस्ट बहुत अच्छा वाला नंबर 1 സൂപ്പർ. മലയാളികൾ എല്ലാവരും നമ്പർ 1 അതാണ് ഈ മുത്തുമണി ചേട്ടൻ പറഞ്ഞത്. ഹൈദരാബാദ് ചേട്ടൻ. नहीं अच्छा वाला आदमी, मतलब नाइस, वेरी गुड. बिजनेस में, शॉपिंग में इज वेरी गुड. थैंक यू सो मच. एक बार केरला में आइए. मैं माय फ्रेंड मल्लापुरम. हाँ ठीक है, एक बार आइए सर. आएगा ठीक है. इधर हैदराबाद बिरयानी है ना, कोला के वो इधर हमारे गांव में. एक मिनट मल्लापुरम बिरयानी है. मलप्पुरम बिरयानी नहीं, हमारे कैलिकट बिरयानी है, तलश्शेरी बिरयानी है, बहुत फेमस है. इसके भी ज्यादा अच्छा लगेगा. हलवा खाया मैं. हलवा मलयाली हलवा खाया. मेरा फ्रेंड्स आया. ഗൈസ് മലയാളികളെ കണ്ടു. हैदराबाद मुत्तुमाला. जोर से बोलो. हैदराबाद मुत्तुमाला वांगे फेमस. हैदराबाद मुत्तुमाला बिरयानी से वेरी फेमस. ഹൈദരാബാദ് മുത്തുമാല വാങ്ങു ചേട്ടാ. ആ മലയാളി തരാൻ കുറച്ച് 90% മലയാളി ടൂറിസ്റ്റ് കുറച്ച് തരും. അതെയോ? അപ്പൊ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേ. ബാക്കി ഡിഫറെന്റ് ലാംഗ്വേജ്. ഹൈദരാബാദ് മുത്തുമാല ബിരിയാണി. ശരി, കൊള്ളം മാല വാങ്ങുന്നു. ഓക്കെ, വേറെന്തെങ്കിലും പറ. വേറെ ബാംഗിൾസ്. അതല്ല, വേറെന്തെങ്കിലും സുഖമാണോ ഏട്ടന്? മലയാളി കുറച്ച് വേറെന്താ അറിയില്ല. മാല വാങ്ങുന്നത് മാത്രം. മാല വാങ്ങുക, മുത്ത് വാങ്ങുക, എത്രയ്ക്ക് വാങ്ങുക 150 അത്ര മാത്രമേ. പിന്നെ സുഖമാണോ? സ്മോൾ അല്ല, സുഖമാണോ ചോദിച്ചാൽ കേസയോ? അച്ഛേ സുഖമാണ്. സുഖമാണോ? അല്ല, സുഖമാണോ? ക്വസ്റ്റ്യൻ മാർക്ക്. സുഖമാണോ? സുഖമാണ്. ചാർമിനാറിന് മൊത്തം 4 മിനാറുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഓരോന്നും 4 നിലകളാണ്. അതും ഇഷ്ടിക കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ട് കേട്ടോ. ചാർമിനാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈദരാബാദിൻ്റെ ഒരു പൈതൃക ചിഹ്നമായിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ലാൻഡ് മാർക്ക് തന്നെ പറയുമ്പോൾ. കാരണം ഹൈദരാബാദ് എന്താണെന്ന് വെച്ചാൽ ചാർമിനാറാണ്. ഈ പ്രദേശത്തിൻ്റെ ചുറ്റുഭാഗമുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക കച്ചവടം, ഫുള്ള് വ്യാപാരത്തിനും വിനോദത്തിനും മാത്രമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് വളർന്നു കഴിഞ്ഞു. ചാർമിനാറിൻ്റെ ചുറ്റുഭാഗമുള്ള ഈ പ്രദേശങ്ങളൊക്കെ എന്താ പറയുക ഓൾഡ് ഹൈദരാബാദ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് ചുറ്റുമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ലാഡാ ബസാർ, മക്ക ബസാർ എന്നിങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഈ കച്ചവടക്കാരുടെ കയ്യിലുള്ള ഇത് ഈ സാധനം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പം ഇതേപോലെ പൂ പോലെ വളരും. ശരിക്കും രാത്രിയാണ് ശരിക്കും ഇവിടുത്തെ അടിപൊളി കാഴ്ച എന്ന് എല്ലാവരും പറയുന്നത്. ഒരു കാര്യം എടുത്ത് പറയുന്നത് വെച്ചാൽ എന്താ പറയുക നമ്മുടെ സംസ്കാരമായാലും ആഘോഷങ്ങളായാലും ചാർമിനാറിൻ്റെ ചുറ്റുപ്രദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. കാരണം ഈ ഇഫ്താർ, ദീപാവലി, അതുപോലെ ഇവിടുത്തെ ഒരു സംഗതിയുണ്ട് ഇന്നാമുറ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ ഈ സമയമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആഘോഷം തന്നെയാണ്. പിന്നെ എടുത്ത് പറയുന്ന സംഗതി ഇതിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പുകളാണ്. ഒരു രക്ഷയുമില്ല, ഒരു കുത്തനുള്ള സ്റ്റെപ്പുകൾ റൗണ്ടായിട്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ആൾക്കാർ 1 by 1 ആയിട്ട് അങ്ങനെ കയറുക. കാരണം വയസ്സായുള്ള ആൾക്കാരൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് നോക്കുന്നൊരു വ്യൂ ഉണ്ട്. അത് നല്ല ഭംഗിയാണ്. പണ്ടത്തെ ഈ രാജാക്കന്മാരൊക്കെ പ്രജകളെ എന്താ പറയുക അഭിസംബോധന ചെയ്യുന്ന സ്ഥലമായിരിക്കും ഇത്.
എന്തായാലും നല്ലൊരു കാഴ്ചയാണ് അത്. 1591 കാലത്ത് ഹൈദരാബാദിലെ മെഹബൂബ് അലി പാഷ ഭരണകാലുണ്ടല്ലോ, ആ സമയത്താണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചത്. അതൊരു പള്ളിയും ഒരു ചരിത്ര സ്മാരകം കൂടിയായിട്ടാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. പല കഥകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്തിനാണ് നിർമ്മിച്ചതെന്ന്. ഒരാൾ എന്നോട് ഞങ്ങളോട് പറഞ്ഞ കഥ വെച്ചാൽ ഈ ഭഗീരഥി പറഞ്ഞൊരു പഴയ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അവരുടെ ജലദോഷം നിയന്ത്രിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് ഈ സ്മാരകം നിർമ്മിക്കാനായി നിർദ്ദേശം നൽകിയെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. പല കഥകളുണ്ട്, പല 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 കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പ്രശ്നം തോന്നുന്നത് മുകളിലെ അപേക്ഷിച്ച്. അവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണത്. സ്വർണത്തിനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റേ ഉള്ളൂ. ഈ ഒരു വളക്കൊക്കെ 20 റുപ്യ ഉള്ളൂ. 20 റുപ്യ മൊത്തത്തിൽ 100 റുപ്യ എടുത്താൽ ഈ ഫുള്ള് വള കിട്ടുട്ടോ സ്വർണം. ഇതിൻ്റെ ചുറ്റും പല പല കച്ചവടങ്ങളാണ്. ഇവിടെ ഇല്ലാത്ത കച്ചവടം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ കച്ചവടം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഏകദേശം ചാർമിനാർ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ജസ്റ്റ് അവിടുന്ന് യാത്ര തിരിച്ച് അങ്ങനെ വഴിയിൽ ഓരോരോ ആൾക്കാരെ കാണാം. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫോറിനർക്ക് നമ്മുടെ വണ്ടി ഭയങ്കര ഇഷ്ടമായി. അയാൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എത്ര രൂപയ്ക്ക് വണ്ടി കിട്ടും, അയാൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വണ്ടി വാങ്ങിക്കുമെന്നും പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി. കാരണം അവിടെ ഇവരുടെ നാട്ടിൽ ഈ ബുള്ളറ്റ് കാണാനില്ലെന്നുണ്ട്. ഇവരവിടെ നാട്ടിലേക്ക് ഹാർലി ഡേവിഡ്സനൊക്കെ അല്ലേ ഉണ്ടാവുക. അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത് എവിടെ കിട്ടും, സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ മതി, ഇത് പോകുമ്പോൾ സമയത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി സംഗതി. അവരിതേപോലെ ഇന്ത്യ കാണാൻ ഇറങ്ങിയതാണ്. അവരിപ്പോൾ ഹൈദരാബാദിനുള്ള അടുത്ത് ഗോവ, അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്കാണ് അവർ പ്ലാൻ. അവർ പറഞ്ഞു പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ടും വാങ്ങിക്കാനാണ്, കൂടുതൽ റെൻറ്റിനെടുക്കാൻ താല്പര്യമില്ല എന്ന് അവർ എടുത്ത് പറഞ്ഞു. പിന്നെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവർക്ക് ഗോവ വരെ ഇരുന്ന് ഇവർ ഐറ്റ്നർ ഉണ്ടായിരുന്നു. പിന്നെ ഗോവയ്ക്ക് ശേഷം ഇവർക്ക് ഐറ്റ്നർ ഇല്ല, ഇവർ തിരിച്ചു പോകാനുള്ളതായിരുന്നു പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിനെ പറ്റി ഭയങ്കര പൊക്കിയൊക്കെ അടിച്ച് എന്തായാലും മസ്റ്റ് വിസിറ്റാന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ തിരിച്ച് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്തുള്ള കേരളത്തിൽ വരാമെന്ന് ഉറപ്പിച്ച്. അവനും കേരളത്തിൽ വരാമെന്ന് ഒരു ഉറപ്പ് നൽകി അവർ എന്താ പറയുക യാത്ര തിരിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇത് നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടെ TGS തെലങ്കാന സ്റ്റേറ്റ് RTC ആണ് കാണുന്നത്. നല്ല കാഴ്ചകളൊക്കെയാണ് തെലങ്കാനയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഹെൽത്ത് സെൻ്ററിൽ പോയി. ഹെൽത്ത് സെൻ്ററിൽ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അതിനിടയ്ക്ക് അവർ ഡീറ്റെയിൽസ് തന്നപ്പോഴാണ് ഇവിടെ ഒരു പോളിയോ ബാധിച്ചൊരു സ്ത്രീനെ കണ്ടത്. അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മാക്സിമം കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളാമെന്ന് ഉറപ്പ് നൽകി. എന്താ പറയുക, കൂടുതലും അവെയറല്ല ഇവിടുത്തെ ആൾക്കാരൊന്നും. കാരണം ഇവർക്ക് കൂടുതൽ അറിയില്ല എന്താ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവർക്ക് ഒരു എന്താ പറയുക ഡിസബിലിറ്റി കാർഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഹെൽത്ത് സെൻ്ററിൽ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ യാത്ര തുടങ്ങുമ്പോഴാണ് നേപ്പാളിൻ്റെ പോകാൻ വേണ്ടിയത്. പ്ലാസ്റ്റിക്കാ ഇന്ത്യയിലുണ്ട്, നേപ്പാളിലേക്ക് പ്ലാസ്റ്റിക്കാ. ഈ ചേട്ടൻ നേപ്പാളിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ട് പോവാട്ടോ. அந்த மெயின் border அங்க இருக்கீங்களா? border செக் போஸ்ட் எங்க இருக்கு? செக் போஸ்ட் கிடையாது. இங்க செக் போஸ்ட் இல்லையா? அப்படியா? எந்த வழிக்கு போறோம்? இந்த வழி போறோமா அந்த வழி போறோம்? எங்க போறீங்க? நாக்பூர் தான். ஒரே ரோഡ് தான். ஒரு 100 വഴികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു.